ഞാൻ വേണ്ട വേണ്ടെന്ന് വെച്ചിട്ടാ, അല്ലെങ്കിൽ ഒറ്റയടിക്കാളുടെ കച്ചവടം ഞാൻ തീർത്തനെ. കള അയാൾക്ക് വട്ട അല്ലാതെന്താ. അയാളുടെ പൊക്കിൾ നോക്കി ഞാനൊരു ചവിട്ട് കൊടുത്താലുണ്ടല്ലോ 3 ദിവസം കഴിയും മൂത്രമൊഴിക്കാൻ. ശരിക്ക് കഴിച്ചോ? നല്ല ഇടിയും തൊഴിയൊക്കെ കൊടുക്കാനുള്ളതാ. ഇവിടത്തെ വഴക്കിലൊന്നും നീ ഇടപെടണ്ട, നമുക്കാ നാണക്കേട്. അത് അവരല്ലേ വിചാരിക്കേണ്ടത്. അവിടെ കെട്ടിക്കാൻ പ്രായ ഒരു പെണ്ണുള്ളതാ. ഏതെങ്കിലും ഒരു തെണ്ടി അവളെ കാണാൻ വേലിയും വിളിച്ച് വരുന്നതായിരിക്കും. അയാളുടെ ചെറുക്കൻ പട്ടാളത്തിൽ നിന്ന് വല്ല വഴക്കിനും വരുമോന്നാ എനിക്ക് പേടി. പട്ടാളം നിങ്ങൾ എന്താ ആർത്തിയായി കാണിക്കുന്നേ? ഇതൊക്കെ കഴിച്ചാലും ദേഹത്ത് പിടിച്ചിട്ട് വേണ്ടേ? വേലി ഇന്നും പൊളിഞ്ഞു. നീ പോണ വരെ ഇവിടെ വേലിക്കൊന്നും ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. ഇല്ലായിരുന്നു. ഇപ്പൊ ഇവിടെ ചോദിക്കാനും പറയാനും ഒന്നും ആരുമില്ലാത്ത മട്ട. ചോദിക്കാൻ ചെന്നതിന് എന്നെ തന്തയും മോനും ആ താടകയും കൂടി തല്ലാൻ വന്നു. നിനക്ക് കെട്ടിക്കാൻ പ്രായമുള്ള ഒരു പെങ്ങളുള്ളതാ. കെട്ടിക്കാൻ പ്രായമുള്ള പെങ്ങളുള്ളതാ. അവളെ ഓർത്താണ് ഞാനൊന്നും മിണ്ടാത്തത്. അവള് ട്യൂട്ടോറിയൽ പോകുന്നുണ്ട്. അടുത്തൊക്കെ കണക്കാ. അതൊന്നും എഴുതണ്ട, ഞാൻ നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ. ഞാൻ പറയണ കൂടെ എഴുതാൻ വഴി. നീ കുറച്ചു ദിവസം അവധി എടുത്ത് ഇങ്ങോട്ട് വരണം. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. വയസ്സുകാലത്ത് പോലീസുകാരന്റെ തല്ലുകൊണ്ട് ചാകാൻ മേല എന്ന് സ്വന്തം അച്ഛൻ.